തെരഞ്ഞെടുപ്പ് ഇൻചാർജുമാരെ പ്രഖ്യാപിച്ച് ബിജെപി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനാണ് തമിഴ്നാടിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല. അസമിന്റെ ചുമതല ബൈജയന്ത് പാണ്ഡെ എംപിക്കാണ്. PR സുനിൽ നൽകും വിശദാംശങ്ങൾ. PR സുനിൽ, തമിഴ്നാട്ടിലൊക്കെ കച്ചകെട്ടി തന്നെയാണ് പീയൂഷ് ഗോയലിനെ തീരുമാനിച്ചതും ആ രീതിയിൽ ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ തന്നെയാണ്, വലിയ രീതിയിൽ അതിനെ നേരിടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും അല്ലേ? ശ്രുതി, ബീഹാർ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്കായി ബിജെപി ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴ്നാട് ബിജെപി വലിയ ശ്രദ്ധയൂന്നുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. തമിഴ്നാട്ടിൽ പീയൂഷ് ഗോയലിനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിക്കൊണ്ട് തീരുമാനം എടുത്തിരിക്കുന്നത് ബിജെപി. അതുപോലെ തന്നെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാലാണ് സഹ ഇൻചാർജ് എന്ന് പറയുന്നത്. മുരളീധർ മോഹോൽ മറ്റൊരു സഹ ഇൻചാർജാണ് തമിഴ്നാട്ടിലേത്. തമിഴ്നാട്ടിനൊപ്പം തന്നെ അസമിലെ തെരഞ്ഞെടുപ്പ് ചുമതലയും ബിജെപി തീരുമാനിച്ചിട്ടുണ്ട്. ബൈജയന്ത് പാണ്ഡെക്കാണ് അസമിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുന്നത്. സുനിൽ കുമാർ ശർമ്മയ്ക്ക് കോ ഇൻചാർജ്, 2 കോ ഇൻചാർജുമാരുണ്ട്. സുനിൽ കുമാർ ശർമ്മ, അതുപോലെ തന്നെ ദർശന ബെൻ ജർദോഷ് എന്നിവർക്കാണ് സഹ ഇൻചാർജ് നൽകിയിരിക്കുന്നത്. അങ്ങനെ 2 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ചുമതല ബിജെപി തീരുമാനിച്ചിരിക്കുന്നു. ഇനി പശ്ചിമബംഗാളിലെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളവരെ കൂടി ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിനായി ബിജെപി ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ ഏതായാലും ബിജെപി ദേശീയ നേതൃത്വം ശക്തിപ്പെടുത്തുകയാണ്. ശരി, PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.